തലസ്ഥാനത്തെ കെഎസ്യു അക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായ എസ്എഫ്ഐ പ്രതിഷേധം. ഇപ്പോൾ പത്തനംതിട്ടയിൽ എസ്എഫ്ഐയുടെ പ്രതിഷേധം. കേരള സർവകലാശാലയിൽ ഇന്നലെയുണ്ടായ എസ്എഫ്ഐ വിജയത്തിന് തൊട്ടു പിന്നാലെ കെഎസ്യു അഴിച്ചുവിട്ട അക്രമത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി എസ്എഫ്ഐ പ്രതിഷേധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എസ്എഫ്ഐയുടെ സഖാക്കളെ ആ വിജയത്തെ ശിഥിലമാക്കുവാൻ വേണ്ടിയിട്ട് കെഎസ്യുവിന്റെ ഗുണ്ടാ സംഘം കല്ലെറിഞ്ഞുകൊണ്ട് നമ്മുടെ സഖാക്കളെ ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ പോലീസ് അതിനുവേണ്ടി കുട പിടിച്ചു കൊടുക്കുന്ന ഘട്ടമാണ്. നമ്മുടെ സഖാക്കൾക്ക് അനവധിയായിട്ടുള്ള സംസ്ഥാന ഭാരവാഹികൾക്കടക്കം നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് വിജയിച്ചു വന്ന യൂണിയൻ ഭാരവാഹികളെ അടക്കം പോലീസ് മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ 14 ജില്ലകളിലേക്കും SP ഓഫീസ് മാർച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിന്റെ ഭാഗമായിട്ട് ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷയായിട്ട് പ്രിയപ്പെട്ട സഖാവ് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് അപർണയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നലെയാണ് കേരള സർവകലാശാലയ്ക്കകത്ത് വലിയ നിലയിലുള്ള വിജയം. ആ കേരള സർവകലാശാല യൂണിയനിലും അതേപോലെ തന്നെ സെനറ്റിലും ഏതാണ്ട് 37-35 സീറ്റിലും വിജയിക്കുന്ന നിലയിലേക്ക് SFI മാറിയിട്ടുണ്ട്. പക്ഷേ ആ വിജയത്തെ തല്ലിച്ചതയ്ക്കുവാനായി കെഎസ്യുവും ഒരു സംഘം പോലീസും ചേർന്നുകൊണ്ട് SFI സഖാക്കളെ ആകെ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതിൻ്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്തിനകത്ത് എല്ലാ ജില്ലയിലേക്കും ഇത്തരത്തിൽ SFI ഒരു സൂചന സമരം നടത്തുകയാണ്. നമുക്കറിയാം, ഈ ജില്ലയിലെ SFI സഖാക്കൾ ഒന്നാകെ ഇവിടേക്ക് ഇരച്ചു കയറി വന്നാൽ ഈ ബാരിക്കേഡും തകർത്തുകൊണ്ട് ഈ SP ഓഫീസിനകത്തേക്ക് SFIക്ക് കയറാൻ അധികം സമയം വേണ്ടി വന്നില്ല. പക്ഷേ ഞങ്ങളെ അതിലേക്കൊന്നും മുതിർത്തരുത് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ യോഗത്തിന് സ്വാഗതം പറയുവാനായി SFIയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് കിരണിനെ ഏറെ ആവശ്യത്തോടു കൂടി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ സഖാവ് അപർണ, ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള SFIയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് അനന്തുമധു അടക്കമുള്ള നമ്മുടെ സമര സഖാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു പ്രതിഷേധ യോഗവും പ്രതിഷേധ സമരവും നടത്തിയതെന്ന് വിശദമായിട്ട് അധ്യക്ഷ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾക്ക് കാണുവാൻ സാധിച്ചു, കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ഇന്നലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുഴുവൻ സീറ്റുകളിലേക്കും നമ്മൾ വിജയിച്ചു വന്നിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ വിരളി പൂണ്ട കെഎസ്യുക്കാർ ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തുവാൻ വേണ്ടിയിട്ട് SFIയുടെ സഖാക്കളുടെ നേർ കല്ലെറിയുന്ന സാഹചര്യമുണ്ടായി. നമുക്കത് കാണുവാൻ സാധിച്ചു. നമുക്ക് അറിയാൻ സാധിക്കും, കെഎസ്യു എന്ന ഗുണ്ടാ സംഘം, ആ ഗുണ്ടാ സംഘം അത് ചെയ്തതിൽ ഞങ്ങൾക്ക് യാതൊരു വിധമായ അത്ഭുതങ്ങളുമില്ല. പക്ഷേ ഈ കെഎസ്യു എന്ന ഗുണ്ടാ സംഘത്തിന് കുട പിടിച്ചു കൊടുക്കുന്ന പോലീസിനോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്തത്? എന്താ സതീശൻ്റെ ഭക്തി മൂത്തുകൊണ്ടാണോ നിങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്? 10 വർഷത്തിന് ശേഷം ഭരണം കിട്ടുമ്പോൾ ആ സതീശൻ്റെ വിനീത കുലജാതന്മാരായി മാറിക്കൊണ്ട് സതീശൻ്റെ ഭക്തി മൂത്തുകൊണ്ട് സതീശന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന പോലീസുകാരായിട്ട് ഈ കേരള സംസ്ഥാനത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ്. ആ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാൻ പറ്റും, ശവം തൂക്കുകാരുടെ മക്കളായിട്ടുള്ള കെഎസ്യുക്കാരൻ്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. കേരള സർവകലാശാലയിലെ SFIയുടെ വിജയത്തിന് പുറകെ കെഎസ്യു നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SFI സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം നടത്തുകയാണ്. പത്തനംതിട്ടയിൽ SP ഓഫീസിലേക്ക് SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.